ഇവർ വിവാഹിതരായ സീരിയലിന്റെ അജയ് എല്ലാരോടും പറയും അഞ്ജന കഴുത്തിൽ ഞാൻ താലി കെട്ടില്ല, അഞ്ജന എനിക്ക് ഇഷ്ടമല്ല. ഇത് കേൾക്കുന്ന എല്ലാരും ഞെട്ടിപ്പോവും. നീ എന്താടാ പറഞ്ഞത്? ഈ കല്യാണത്തിന് എനിക്ക് ഇഷ്ടമല്ലെന്ന് തോന്നിവാസം പറയുന്നടാ എന്ന് പറഞ്ഞ മാധവൻ അജയുടെ ഷർട്ട് പിടിച്ച് വലിക്കുമ്പോ മാധവേട്ട വേണ്ട എന്ന് പറഞ്ഞ് സംഗീത അടുത്തേക്ക് വരും. വീണ്ടും മാധവേട്ടാ. മാധവൻ പറയും കേട്ടില്ലേ കേട്ടില്ലേ ഇവൻ പറഞ്ഞത്? തോന്നുമ്പോ വേണ്ടെന്ന് പറയാൻ വിവാഹം എന്താ കുട്ടിക്കളിയാണോ? അപ്പൊ തന്നെ അജയ് പറയും ഞാൻ വേണമെന്ന് പറഞ്ഞില്ലല്ലോ അച്ഛാ. അപ്പോഴേക്കും അഞ്ജന കരയാൻ തുടങ്ങി. മുത്തശ്ശി അറിയും അജയ് ഈ മുത്തശ്ശിയുടെ മുഖത്ത് നോക്ക്. മോൻ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? അഞ്ജനയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറ മോനെ, നീ പറഞ്ഞിട്ടുണ്ടോ? അജയ് പറയും ഞാൻ പറഞ്ഞിട്ടില്ല മുത്തശ്ശി. എന്റെ മുത്തശ്ശിക്ക് വിഷമാവെന്ന് കരുതിയാ ഞാൻ പറയാഞ്ഞത്. പറയാതെ തന്നെ എന്റെ മനസ്സ് മുത്തശ്ശി കാണുന്നു ഞാൻ കരുതി. മുത്തശ്ശിന്ന് മാത്രമല്ല ആരും എന്റെ മനസ്സ് കണ്ടില്ല. എന്റെ അനുവാദം പോലും ചോദിക്കാതെ തന്ത്രപൂർവ്വം എന്നെ ഇവിടെ എത്തിച്ച് മോതിര കൈമാറ്റം നിങ്ങൾ എല്ലാവരും കൂടെ നടത്തായിരുന്നു. അഞ്ജന പറയും അജയ്ക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അതിലൊരു ചതിയും ഞാൻ കണ്ടിട്ടില്ല. മാധവൻ പറയും നീ വിവാഹത്തിന് സമ്മതിച്ചതുകൊണ്ടല്ലേ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ നടത്തിയത്. ഞാൻ എപ്പോ സമ്മതിച്ചു എന്ന് അച്ഛൻ പറയുന്നത്? ഇവര് വീട് വിട്ടു പോയപ്പോ അഞ്ജന വിവാഹം ചെയ്യാൻ സമ്മതമാണെന്ന് അറിയിച്ചുകൊണ്ടല്ലേ നീ അവരെ കൂട്ടിക്കൊണ്ടു വന്നത്. അതില് അജയ് പറയും ഞാൻ അന്ന് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടില്ല. ഭവാനി അങ്ങ് ഞെട്ടും. ഇല്ലേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ പച്ചക്കള്ളം പറയുന്നോ? നീ ഒരു വാക്ക് തന്നിരുന്നോ? നീ അങ്ങനെ ഒരു വാക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നോ? അജയ് പറയും നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, പക്ഷേ ഞാൻ ഉറപ്പ് തന്നില്ലായിരുന്നല്ലോ. സത്യദാസ് പറയും അജയ് വാക്ക് കൊടുത്ത് അവരെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ നീ ഇവിടുന്ന് പോയത്? അജയ് പറയും അത് എനിക്ക് വേണ്ടിയല്ല മുത്തശ്ശിക്ക് വേണ്ടിയാ. മുത്തശ്ശി ഭക്ഷണവും വെള്ളവും കഴിക്കാണ്ടിരുന്നപ്പോ ഞാൻ ഭയന്നു എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടി കാരണം ഞാൻ പോയത്. മുത്തശ്ശി പറയും നീ പോവേണ്ടതില്ലായിരുന്നു അജയ്. ഇതിലും ഭേദം ഞാൻ മരിക്കുന്നതായിരുന്നു മോനെ നല്ലത്. മുത്തശ്ശി എന്ന് പറഞ്ഞ അജയ് അടുത്ത് പോയി പിടിക്കുമ്പോ നീ ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട, എന്നെ തൊടുകയും വേണ്ട എന്ന് പറഞ്ഞ് അജയുടെ കൈ തട്ടി മാറ്റൂ. ഭവാനിക്കും എന്റെ മോൾക്ക് എന്താ ഒരു കുറവേ? സൗന്ദര്യം ഇല്ലേ? വിദ്യാഭ്യാസം ഇല്ലേ? പിന്നെ ഇവൾക്കെന്താ അച്ഛനില്ലാത്തതാണോ നീ കുറവായി കാണുന്നത്? അജയ് പറയും ഇവൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് ഇഷ്ടമല്ല, കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ആ ഭവനിക്കും ഈ വീട്ടിലല്ലേ നിങ്ങൾ രണ്ടുപേരും വളർന്നത്? വർഷം എത്ര കടന്നുപോയി. പറ്റില്ലായിരുന്നെങ്കിൽ മുന്നേ നിനക്ക് പറയായിരുന്നില്ലേ? ഇതിപ്പോ എന്റെ മോൾക്ക് ആഗ്രഹം കൊടുത്തു, ഒടുക്കം നീ വലിച്ചെറിയാണോ? അജയ് പറയും അഞ്ജനോട് ഞാൻ പറഞ്ഞതല്ലേ. അഞ്ജന പറയും ചെറിയ പ്രായം മുതലേ ഞാൻ നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുക. നീ എന്റേതാണ്, ഞാൻ നിന്റേതാണ് എന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നത് കേട്ടാ ഞാൻ വളർന്നത്. നീ എന്റേതാണെന്ന് എന്റെ മനസ്സിൽ ഉറച്ചുപോയി. ഒഴിവാക്കാൻ പറ്റില്ല, എനിക്ക് മറക്കാനും പറ്റില്ല. എന്റെ സ്നേഹം നീ തിരിച്ചറിഞ്ഞില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എന്നെ അപമാനിച്ചു. അജയ് പറയും അഞ്ജന നിന്നെ അപമാനിച്ചതല്ല, മനസ്സിൽ ഇഷ്ടപ്പെടാത്തൊരു വിവാഹം കഴിച്ച് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ്. എന്നെയും നിന്നെയും ഒരുപോലെ രക്ഷിക്കാനാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. മുത്തശ്ശി പറയും രക്ഷിക്കാനല്ല ശിക്ഷിക്കാനാ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ഭാവി എന്താകും? കുടുംബത്തിന്റെ മാനം പോകും. എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ആളുകൾക്ക് കളിയാക്കി ചിരിക്കാൻ ഒരവസരമാകും. എത്ര സന്തോഷത്തിലായിരുന്നു ഇതുവരെ. ഒരു നിമിഷം കൊണ്ട് നീ അതല്ലേ ഇല്ലാതാക്കിയില്ലേ? അജയ്ക്കും എന്റെ സന്തോഷത്തിന് ഒരു വിലയില്ലേ വല്യമ്മവാ? അപ്പൊ മുത്തശ്ശി അജയ് നീ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണോ ഇത്? അതെ മുത്തശ്ശി. മുത്തശ്ശി പറയും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ നീ എന്നെ കുറിച്ച് ആലോചിച്ചായിരുന്നോ? ഇനി മുത്തശ്ശി ഒരു തീരുമാനം പറയട്ടെ. ചെറുപ്പത്തിലെ പറഞ്ഞു ഉറപ്പിച്ചതാ അജയുടെ പെണ്ണ് ഒന്നെങ്കിൽ അഞ്ജന അല്ലെങ്കിൽ അഭിരാമി. സത്യദാസിന്റെ മകൾ എവിടെയാണെന്ന് അറിയില്ല, പക്ഷെ അഞ്ജന ഇപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്. മുത്തശ്ശിയോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ വാക്കിന് വില കൊടുക്കുന്നുണ്ടെങ്കിൽ അഞ്ജനയെ നീ വിവാഹം കഴിക്കണം. ഇത് കേൾക്കുമ്പോ അജയ് ആകെ ഷോക്കായി പോവും. അവിടെ എല്ലാവരും അജയുടെ മറുപടിക്ക് വെയിറ്റ് ചെയ്യുമ്പോ അജയ് പറയും അഞ്ജനെ സ്നേഹിക്കുന്ന പോലെ മുത്തശ്ശി എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ തീരുമാനം മാറ്റണം. മുത്തശ്ശി ഒന്നും പറയാൻ നിൽക്കുമ്പോ അജയ് പറയും എനിക്ക് പറ്റില്ല മുത്തശ്ശി. പറ്റാത്തത് കൊണ്ടാണ്. അജയ് വളർന്നു. ഇപ്പൊ മുത്തശ്ശിയുടെ വാക്ക് കേൾക്കുന്നില്ല എന്ന് തോന്നരുത്. എന്നോട് ക്ഷമിക്കണം. ഈ വിവാഹം നടന്നാൽ തകരുന്നത് 2 ജീവനുകളാണ്. അതുകൊണ്ട് നമുക്ക് ഈ കല്യാണം വേണ്ടെന്ന് വെക്കാം. ഭവാനി ആകെ ഷോക്കാവും. അങ്ങനെ അജയ് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ആ വെഡിങ് റിങ് ഊരാട്ടോ. അഞ്ജന അങ്ങ് ഞെട്ടിപ്പോകും. അതവിടെ വെച്ചിട്ട് പറയും എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഈ വിവാഹത്തിന് നിന്ന് തരാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അജയ് അവിടുന്ന് പോകും. ഭവാനിക്ക് നല്ല ദേഷ്യം വരും. മാധവനും നല്ല ദേഷ്യമുണ്ട്. അഞ്ജന പൊട്ടിക്കരയാണ്. ആൽഫ്രഡ് ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ഷോക്കായി നിൽക്കാം. അതിനുശേഷം അജയ് ഇങ്ങനെ മുകളിൽ പോയി പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോ സത്യദാസ് അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാൻ റെഡിയാണോ? അജയ് പറയും എന്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ വേണം, നിന്റെ മാനസികാവസ്ഥ അങ്ങനെയാണ്. അമ്മാവൻ പറയൂ. സത്യദാസ് പറയും നീ ഇപ്പൊ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അജയ്? അജയ് പറയും ശരിയാണ്, ഇത് പെട്ടെന്ന് എടുത്ത തീരുമാനമല്ല, ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനാ. പിന്നെ വല്യമ്മാവനോട് ഞാൻ ഇത് തുടക്കത്തിലേ പറയുന്നില്ലേ, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് അറിയാം. എന്നിട്ടും മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് വല്യമ്മാവൻ എന്തിനാ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കുന്നത്? എടാ നിന്റെ ചോദ്യം ന്യായ, പക്ഷെ നീ എന്റെ മനസ്സൊന്ന് മനസ്സിലാക്കണം. എനിക്ക് അമ്മയോടൊപ്പം ആ തീരുമാനത്തിനോട് കൂടെ നിൽക്കാനേ പറ്റൂ. അജയ് പറയും എല്ലാവരും കൂടെ ചേർന്ന് എന്റെ ജീവിതം ബലിയാടാക്കാണ്. എടാ ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല. വർഷങ്ങളായി ഈ ഒരു വിവാഹം എല്ലാവരുടെയും മനസ്സിലെ സ്വപ്ന. എന്റെ അമ്മ അത്രയധികം ഈ വിവാഹം ആഗ്രഹിക്കുന്നുണ്ട്.
വയസ്സാം കാലത്ത് അവരുടെ ആഗ്രഹം കൂടെ നോക്കണ്ടേ? അജയ് പറയും, ഓ, മുത്തശ്ശിയുടെ സന്തോഷം വലുതാണ്. അതുപോലെ തന്നെയല്ലേ എനിക്കും. എന്റെ മനസ്സ് നിങ്ങൾ എല്ലാരും കാണാതെ പോയി. എടാ, നിന്റെ മനസ്സ് കണ്ടില്ലെന്ന് പറയരുത്. ഒരു വശത്തെ അഞ്ജനയും അമ്മയും, മറുവശത്തെ നീ. ആരുടെ വശം പിടിച്ചാലും മറ്റൊരാളെ വേദനിപ്പിക്കേണ്ട അവസ്ഥയിലാണ് ഞാനും. അജയ് പറയും, ഇപ്പൊ അഞ്ജനയുടെ പക്ഷം പിടിച്ച് എന്നെ വേദനിപ്പിക്കല്ലേ? വല്യമാവനെങ്കിലും എന്റെ കൂടെ നിൽക്കുന്നു കരുതിയിരുന്നു. സത്യദാസ് പറയും, എടാ നീ വിഷമിക്കല്ലേ, നിന്റെ കൂടെ നിക്കണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാനൊരു വല്യമാവൻ മാത്രമല്ല, ഒരു മകനും കൂടെയാ. എന്റെ അമ്മയെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അജയ് പറയും, അപ്പോ എന്നെ വിഷമിപ്പിക്കാം അല്ലേ? എന്റെ പ്രണയത്തിന് ഒരു വിലയില്ലേ? സത്യദാസ് പറയും, വിലയുണ്ട്. അതുകൊണ്ടാ നിന്നൊരു കുറ്റക്കാരനായി ഞാൻ കാണാത്തത്. എന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറൊരു പെണ്ണിനെ അതിൽ സ്ഥാനമില്ല. ഞാൻ അഞ്ജനെ വിവാഹം കഴിക്കില്ല. ആര് പറഞ്ഞാലും വിവാഹം കഴിക്കില്ല. എന്റെ ജീവിതത്തിലേക്ക് ആര് വരണം വരണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്. എല്ലാവരും കൂടെ ചേർന്ന് അതെനിക്ക് താ. സത്യദാസ് പറയും, ശരിയാണ്, അത് നിന്റെ അവകാശ. പക്ഷെ നിന്റെ തീരുമാനം ഈ വീടിന്റെ ഹൃദയത്തെ പൊട്ടിക്കുന്നുള്ള എന്ന് നീ മനസ്സിലാക്കണം. അജയ് പറയും, അമ്മയും നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു. സത്യസ്വയ്ക്കും നിന്റെ തീരുമാനം മാറില്ല? അജയ് പറയും, ഇല്ല. ഇപ്പൊ എല്ലാവർക്കും വിഷമം കാണും, പക്ഷേ നാളെ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. സത്യദാസ് ഒന്നും പറയാതെ അവിടുന്ന് പോകും. ശേഷം പിന്നീട് കാണിക്കുന്നത് അഞ്ജന കരഞ്ഞ് കാലി തുള്ളി നിൽക്കണേ. ഭവാനി പറയും, എടാ അജയ്, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യോ? എല്ലാവരുടെയും മുന്നിൽ വെച്ചാ നീ എന്റെ മക്കളെ അപമാനിച്ചത്. എനിക്ക് സഹിക്കാവുന്നതിനേക്കാളും അപ്പുറം അത്. എന്നെ വേണ്ടെന്ന് പറഞ്ഞു അജയ്. ഇത്രയും നാളെ ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി എന്ന് പറഞ്ഞ് കരയുമ്പോ ഭവാനി പറയും, നീ കരയാതിരിക്കുകയും, ഇത് കരയാനുള്ള സമയമല്ല. അഞ്ജന പറയും, എല്ലാം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും കഴിഞ്ഞിട്ടില്ല. അജി ഒരു വാക്കു പറഞ്ഞതുകൊണ്ട് മാത്രം ഈ കഥ അവസാനിക്കില്ല. അവൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഭവാനിക്കും എന്ത് തീരുമാനടി? ഇതിനേക്കാളും വലിയ തീരുമാനങ്ങൾ തിരിച്ചവളാ ഈ ഭവാനി. ഇതുവരെ ക്ഷമയോടെ കാത്തിരിക്കായിരുന്നു. ഇനി കളി വേറെയാ. എന്നെ എന്റെ മകളെയും അപമാനിച്ചതിന്റെ വില അവൻ കൊടുക്കേണ്ടി വരും. അഞ്ജന പറയും, ഇതിന്റെ അണി ഭൂമിയാണ്. അജയുടെ മനസ്സ് നിറയെ അവളാ. അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ ഭൂമി തന്നെയാ കാരണം. അവൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമേ. അവളെ ഒരു പാഠം പഠിപ്പിക്കണമേ. ഭവാനി അറിയും, ഇപ്പൊ അവളുടെ പിറകെ പോയിട്ടൊരു കാര്യമില്ല. കിളവിയുടെ തീരുമാനം വരട്ടെ, അതിനുശേഷം എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അഞ്ജനയും നല്ല ദേഷ്യത്തിലാണ് വെക്കുന്നത്. ഇതേ സമയം സംഗീതയോട് മാധവൻ പറയും, അവന് 2 കൊടുക്കണമായിരുന്നു. എന്താ നിന്റെ മകൻ കാണിച്ചു വെച്ചത്? അവൻ അപമാനിച്ചത് അഞ്ജനനെ മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാരെയാ. സംഗീത പറയും, അവന് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതല്ലേ, എല്ലാരും കൂടെ ചേർന്നവനെ. മാധവൻ പറയും, എന്തിനാ എല്ലാരും പറയുന്നത്? അവന് ഇഷ്ടമല്ലെങ്കിൽ നേരത്തെ പറയണായിരുന്നോ? ഇതിപ്പോ നിശ്ചയം കഴിഞ്ഞു, കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി. അവൻ ഈ കല്യാണം വേണ്ടായിരുന്നെങ്കിലേ എന്തുകൊണ്ട് മോതിരം മാറുന്നതിന് മുമ്പ് പറഞ്ഞില്ല? ഒന്നും പറയാതെ കൈവിരൽ നീട്ടിക്കൊടുത്തില്ലേ? ആ പെണ്ണിന്റെ വിരലിൽ മോതിരം അണിയിച്ചില്ലേ? സംഗീത പറയും, മാധവേട്ട, അമ്മേനെയും നമ്മളെയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അന്നൊന്നും പറയേണ്ടിരുന്നതാ. മാധവൻ ചോദിക്കും, അപ്പൊ ഇന്ന് വിഷമായില്ലേ? ഇന്ന് പറഞ്ഞല്ലോ അവൻ. സംഗീത പറയും, എത്ര നാളായി അവന്റെ ഉള്ളു കിടന്ന് വിങ്ങുന്നു. സങ്കടം കൊണ്ട് പൊട്ടിത്തെറിച്ചു പോയതാ. മാധവൻ പറയും, ഇതിന് അഹങ്കാരം എന്നാ പറയുന്നത്. അവന്റെ കൂടെ ഈ വീട്ടിൽ വളർന്നവളല്ലേ അഞ്ജന. എത്രമാത്രം ആഗ്രഹിച്ചതാ, എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വലിച്ചെറിഞ്ഞു. അച്ഛനില്ലാത്ത കുട്ടി അവളെ. അവൾക്കെല്ലാം നമ്മളാ. അവളെ ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. സംഗീത പറയും, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ പറഞ്ഞതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അവന്റെ ഭാഗത്തുനിന്ന് ആലോചിക്കുമ്പോ അവനും ഇല്ലൊരു ജീവിതം, അവനും ഇല്ല സ്വപ്നങ്ങൾ. മാധവൻ പറയും, ജീവിതം അവന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. അഞ്ജനയ്ക്കും ഉണ്ട്. ഫിക്സ് ചെയ്ത വിവാഹം മുടങ്ങിയ ആദ്യ വിരൽ ചൂണ്ടുന്നത് പെണ്ണിന്റെ നേർക്കാണ്. അതാണ് സമൂഹം. നാട് മുഴുവൻ ക്ഷണിച്ചു. എല്ലാവരും അറിഞ്ഞു. ഇനി വിവാഹം നടന്നില്ലെങ്കിൽ അതിന്റെ മാനക്കേട് ഈ കുടുംബത്തിനാ. നമ്മൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അഞ്ജനയുടെ ഭാവി എന്താകും? നീ അമ്മയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. സംഗീത പറയും, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് മാത്രം ആലോചിക്കുന്നേ, എന്റെ മകനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അവന് ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ അവന്റെ തലയിൽ വെച്ച് കൊടുത്താ അവന്റെ ജീവിതം എന്തായിരിക്കും? സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? മാധവൻ പറയും, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാഞ്ഞിട്ടല്ല. എനിക്ക് അവന്റെ വേദന കാണാനും പറ്റുന്നുണ്ട്. അതിനോടൊപ്പം ഒരു പെൺകുട്ടിയുടെ കണ്ണീരും കാണാൻ കഴിയുന്നുണ്ട്. അഞ്ജനയുടെ സ്ഥാനത്ത് നമ്മുടെ മകളായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചിന്തിക്കോ? ഒരാൺകുട്ടിയുടെ ജീവിതം പോലെ തന്നെയാ പെൺകുട്ടിയുടെ ജീവിതവും. അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. ഈ വിവാഹം നടക്കണം. അവൻ എന്ത് പറഞ്ഞാലും ഞാനിത് നടത്തും. സംഗീതയ്ക്കും എന്തിനാ ഈ വാശി? അഞ്ജനയുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്കും സങ്കടമുണ്ട്. എനിക്ക് എന്റെ മകനാ വലുത്. ജീവിതകാലം മുഴുവനും അവൻ കണ്ണീര് കുടിച്ച് കഴിയുന്നത് കാണാൻ എനിക്ക് വയ്യ. അവനെ നിർബന്ധിച്ച് ഈ വിവാഹം നടത്തരുത് മാധവേട്ട. 2 ആൺതരികൾ ഉണ്ടായിരുന്നതാ നമുക്ക്, അതിലൊരെണ്ണം പോയി. ഇവനെ കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. ഇവൻ എനിക്ക് വേണം. മാധവൻ പറയും, സംഗീതേ, നിന്റെ മോനെ നിനക്ക് വേണം. ഇതിന്റെ പേരിൽ അഞ്ജന എന്തെങ്കിലും കടുംകൈ ചെയ്താൽ നീ എന്ത് ചെയ്യും? ദുഃഖിക്കേണ്ടി വരും നമ്മളെല്ലാവരും. അതുകൊണ്ട് ഈ കരഞ്ഞ മുഖവുമായി മകനെ വാദിച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നിലേക്ക് നീ വരരുത്. നിശ്ചയിച്ചുറപ്പിച്ച് ഈ വിവാഹം നടന്നിരിക്കും. ഇത് കേട്ട് സംഗീത ആകെ സങ്കടത്തിൽ നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇനി അടുത്ത പ്രമോയ്ക്കായി വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്